അപ്പോൾ എന്താ ഇന്ന് നമ്മൾ ഈ ഒരു ക്യാമറ ഇക്വിഷൻ്റെ 4MB ക്യാമറൻ്റെ IP എങ്ങനെ ചേഞ്ച് ആക്കുക, അതായത് പുതിയ ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ IP ചേഞ്ച് ആക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം അത് ലാപ്പൊക്കെ സെറ്റാണ്. അപ്പോൾ ലാപ്പിൽ അഡാപ്റ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു IP ചേഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. നമ്മൾ ക്യാമറ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാമറക്ക് രണ്ട് കണക്ഷൻ ഉണ്ടാവും. ഒന്ന് നെറ്റ്വർക്കിൻ്റെ കൊടുക്കാനുള്ളതും ഒന്ന് പവറും. അങ്ങനെ നമ്മളിതാ ജസ്റ്റ് പവർ ഇതിൽ കണക്ഷൻ കൊടുക്കാം. നമ്മൾ ഒരാളുള്ളതുകൊണ്ട് വീഡിയോ എടുക്കലും ഒക്കെപാടായിട്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പവർ ഒന്ന് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ നെറ്റ്വർക്ക് കേബിൾ ജസ്റ്റ് ഒന്ന് കണക്ഷൻ കൊടുക്കുക. ഇപ്പോൾ ലാപ്പുമായിട്ടുള്ള കണക്ഷനാണ്, കണക്ഷൻ കൊടുക്കുക. ഇത് നേരെ നമ്മളെ SADP ടൂള് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. നമ്മൾ ജസ്റ്റ് SADP ടൂൾ ഓപ്പൺ ആക്കാണ്. SADP ടൂൾ ഓപ്പൺ ആക്കുമ്പോൾ നമ്മളെ ക്യാമറൻ്റെ IP ഇവിടെ സെറ്റായി വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്ത IP ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെലക്ട് ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ന്യൂ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്ന് പാസ്വേഡ് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ താഴെ മുകളിലായിട്ട് നമ്മളത് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഒരേ പാസ്വേഡ് തന്നെയാണ് താഴെ മുകളിലായിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് താഴെ കാണുന്ന ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ IP അതിനു മുമ്പ് തന്നെ നമ്മൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ വിഷയം വരികയാണെങ്കിൽ ജസ്റ്റ് സെക്യൂരിറ്റി ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ജസ്റ്റ് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എറർ വരികയാണെങ്കിൽ, അതായത് ക്യാമറ പാസ്വേഡ് മറന്നോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇതൊന്ന് കൊടുക്കണം നല്ലതാണ്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യനായിട്ട് നമ്മൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൺഫേം, താഴത്തുള്ള കൺഫേം പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു കൺഫേമിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുത്ത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇവിടെ ആയിട്ട് തന്നെ റിസർവ്ഡ് ഇമെയിലിന് നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ജസ്റ്റ് നമ്മൾ ഈ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കുക. അങ്ങനെ മെയിൽ ID നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൺഫേം പറഞ്ഞ ഒരു ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അവിടെ ആ ഒരു സെറ്റപ്പിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ ജസ്റ്റ് തൊട്ടുപുറത്തേക്ക് വരിക. തൊട്ടുപുറത്തേക്ക് 64 എന്നുള്ളതാണ് നമ്മളെ IP ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ മാറ്റിയിട്ട് IP ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ 112 IP കൊടുക്കുന്നത് 112 ആണ്. 192.168. എന്നിട്ട് താഴെയായിട്ട് അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് എന്നുണ്ടാവും. അവിടെ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത പാസ്വേഡ് അത് നമ്മൾ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് മോഡിഫൈ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മളെ ആ ഒരു സെറ്റപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ചേഞ്ച് ആയണമെന്ന് അറിയാനും വേണ്ടിയിട്ട് നമ്മൾ നേരെ ഗൂഗിൾ ക്രോമിൽ പോവാം. ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നമ്മളിപ്പോൾ IP നമ്മളിത് അടിച്ചു കൊടുക്കാം. ജസ്റ്റ് നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത IP ഇവിടെ അടിച്ചു കൊടുക്കുക. 192.168. നമ്മളിപ്പോൾ അടിച്ചു കൊടുത്ത IP പറഞ്ഞാൽ 112 ആയിരുന്നു നമ്മൾ IP 112 എന്നായിരുന്നു നമ്മൾ IP അടിച്ചത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിനു ശേഷം താഴെയായിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നേരെ നമ്മൾ ഇതിലൊക്കെ നോക്കുക. അപ്പം ഈ ഒരു ഇതിലേക്കാണ് പോകുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് കറങ്ങുന്നുണ്ട്, സ്ലോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് IP അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വരും. അപ്പോൾ നമ്മൾ യൂസർ നെയിം എന്നുള്ളടത്ത് അഡ്മിനെന്ന് അടിച്ചു കൊടുക്കുക. ചെറിയ അക്ഷരത്തിൽ അഡ്മിനായിരിക്കും നമ്മൾ യൂസർ നെയിം വരിക. എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. നേരത്തെ അടിച്ച പാസ്വേഡ് തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ അടിയിലുള്ള ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അതാ നമ്മളെ ക്യാമറ ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ IP ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, ഓക്കെ ആണെന്നാണ് ഇതിനർത്ഥം. ഇനി നമ്മൾ ജസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവാം. കോൺഫിഗറേഷനിൽ പോയിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതാ സിസ്റ്റം ടൈമർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ടൈം സെറ്റിങ്സ് പോവാം. എന്നിട്ട് താഴെയായിട്ട് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്യാം. സിങ്ക് വിത്ത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ സേവിൽ ക്ലിക്ക് ചെയ്യാം. അതോടുകൂടി നമ്മളെ IP ചേഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ടൈമും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്.